PC ജോർജിനെ പിടിച്ച് മൂക്കി കയറ്റും, അങ്ങ് ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മീഡിയക്കാർ 2-3 ദിവസമായിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് PC ജോർജിന് ജാമ്യം കിട്ടി, ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ പുള്ളിക്കാരൻ പുല്ല് പോലെ ഇറങ്ങി വീട്ടിൽ പോയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ എന്താണെന്ന് PC ജോർജിനെ പിടിച്ച് അങ്ങ് അടച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരൊക്കെ ഇരുന്നത്. വെറുതെ ഒരു കാര്യമൊന്നുമില്ല. ഇന്ന് PC ജോർജ് പുറത്തിറങ്ങി പോയിട്ടുണ്ട്. PC ജോർജ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് ഭീകരതയ്ക്കെതിരെ ഞാൻ പോരാടും എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടാണ് പോയത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചില ആൾക്കാർ, ഒരു മീഡിയ ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു മീഡിയ, വട്ടം ചുറ്റി ഇരുന്നിട്ട് അടുപ്പ് ചർച്ച നടത്തുന്നൊരു മീഡിയ ഉണ്ട്. ഇവരാണ് കേരളത്തിൽ സത്യത്തിൽ BJPക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവരുടെ സംഭാവന അത്ര ചെറുതൊന്നുമില്ല. ഇപ്പോൾ PC ജോർജ് എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു താരപരിവേഷമുള്ളൊരു നേതാവായി മാറി. ഈ PC ജോർജിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷം മുമ്പൊക്കെ പുള്ളിക്കാരന് MLA സ്ഥാനമുള്ളപ്പം കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ടായിരുന്നു. ആ ഗ്രാഫ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു PC ജോർജിൻ്റെ. ഇപ്പോൾ ആ ഗ്രാഫ് തിരിച്ച് മണ്ടകോട്ട് കയറ്റി കൊടുക്കാൻ ഈ മീഡിയ കൊടുക്കുന്ന സംഭാവന വളരെ വലുതാണ്. ഇവർ PC ജോർജിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കും. PC-യെ പൂട്ടുമോ, വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിന് ജാമ്യം, ജോർജിനില്ല ചായയും വടയും, ഒറ്റ ദിവസം പോലും PC ജോർജ് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല, ജോർജ് പേടിക്കേണ്ട, സർക്കാർ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ താഴേക്ക് വരുന്നത്. ജോർജിനെ വിഷപ്പാമ്പിനെയും കൂട്ടിലടയ്ക്കണം എന്നുള്ള രീതിയിൽ, ഈ വർഗീയ ഭ്രാന്തനെ പൂട്ടണം എന്നുള്ള രീതിയിലൊക്കെ ഇവർ ഡെയിലി ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മലയാളികൾക്ക് ഏകദേശം ഒരു രൂപമുണ്ട് ഇവർ പറയുന്നതിന് ഓപ്പോസിറ്റ് ചിന്തിക്കണം എന്നുള്ള രീതിയിൽ. കാരണം അമ്മാതിരി വൈറ്റ് വാഷാണ് ഇവർ പല വിഷയത്തിലും അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്ന് ഈ കാലഘട്ടം മാറിയപ്പോൾ ഇപ്പം ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലേക്ക് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേന് പണ്ടൊക്കെ വല്ലവനൊക്കെ എഴുതി കൊടുക്കുന്ന നമ്മൾ വായിക്കുമ്പോഴാണ് ഈ വിഷയങ്ങളെ പറ്റി പറയുന്നത്. പണ്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തവർ പോലും ഇന്ന് ചില ഘടകങ്ങൾ മുമ്പോട്ട് വന്നതുകൊണ്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരായി മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുമ്പോൾ ഈ വൈറ്റ് വാഷ് ടീമാണ്, ഈ മാധ്യമപ്രവർത്തകർ. രാത്രി വന്നിരുന്നിട്ട് വട്ടം ചൂടിയിരുന്നിട്ട് പക്ക പരിപാടിയാണ്, മറ്റേ പരിപാടിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ ബാക്കിയുള്ളവരല്ല വർഗീയ വിഷയം എന്നൊക്കെ പറയും. അതായത് ഈ കിങ് കോബ്ര വന്നിട്ട് ചേരയുണ്ടല്ലോ നമ്മുടെ നാട്ടുപുറങ്ങളിൽ ചേര വിഷമാണെന്നൊക്കെ പറയുന്ന മറ്റേ ലൈനാണ് സംഭവം. ഞങ്ങൾ ജനാധിപത്യം പൂത്തൊലയും എന്നൊക്കെ പറയുകയും ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വേറെ പല സാധനത്തിനെയാണ്. ഇതൊക്കെ കേരളത്തിലെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ PC ജോർജിനെ അറ്റാക്ക് ചെയ്തിട്ട് PC ജോർജിൻ്റെ ഗ്രാഫ് ഇങ്ങനെ അങ്ങ് ഉയർത്തി കൊടുക്കും. കാരണം ഈ വട്ടം ചുറ്റിയിരുന്ന് സംസാരിക്കുന്ന മീഡിയ ഉണ്ടല്ലോ, അതിനകത്തുള്ള 2-3 പേരുണ്ട്. ഇവരിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇപ്പം സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരും കൂടി സംസാരിക്കുന്ന ചർച്ച നോക്കിയാൽ മതി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓഡിയൻസ് സംഘപരിവാറുകാരാണ്. ചുമ്മാ പോയി തെറി വിളിക്കാനും ഇവരിത് കണ്ടുകൊണ്ട് ചിരിക്കാനും ഒക്കെ ആയിട്ട് പോയിരുന്ന കണ്ട് 2 ഡയലോഗ് അടിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ആൾക്കാർ അവിടെ പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് വ്യൂ കിട്ടുന്നത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഇവരെന്ത് പറയുന്നു അതിന് ഉൾട്ട ആൾക്കാർ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് നേതാക്കന്മാരെ സംഭാവന ചെയ്യുന്നത് ഈ ടീമാണ്. ഇപ്പോൾ PC ജോർജിന് ഭയങ്കര ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ PC ജോർജ് ജനം TV-ക്കകത്ത് വന്നിരുന്നിട്ട് ഒരു സംസാരിച്ചു, രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണെന്നും ഇവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോടി എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കേരളത്തിലുമൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ നേരത്ത് പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇവർക്കിടയിലുണ്ടെന്ന്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ട് എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രാജ്യത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരെ എല്ലാം ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. ഇതിനുശേഷം PC ജോർജ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി പോയി എന്നുള്ള രീതിയിൽ വേദന ഉണ്ടായവരോട് മാപ്പ് പറയുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ അവസാനിപ്പിക്കേണ്ട കാര്യമുണ്ട്. കാരണം പബ്ലിക്കായിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് മാപ്പ് പറഞ്ഞു. ഇതിനോടൊപ്പം PC ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭീകരതയ്ക്കെതിരെ പോരാടും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് മറ്റേ ചാനലുകാർക്ക് വീണ്ടും കുരുപൊട്ടി, മാപ്പ് പറയുകയും ചെയ്തു, അതിൻ്റെ അടിയിൽ വന്ന് മറ്റേ ഡയലോഗ് കഴിച്ചു. അപ്പോഴത്തേന് PC ജോർജിനെതിരെ നിരന്തരം വരുന്ന വട്ടം ചുറ്റിയിരുന്നുകൊണ്ട് വാർത്ത പറയാൻ തുടങ്ങി. ഇതിനുശേഷം PC ജോർജ്, ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, PC ജോർജ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ നേരത്ത് പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഞാനത് കാസർഗോഡിൽ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടു. ഇത് അറസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ നേരത്ത് ഇന്ത്യയും പാകിസ്ഥാനും ടീമല്ലേ, അതിനകത്ത് പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. ശരിയാണ്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പബ്ലിക് സ്പേസ് ഇറങ്ങിയിട്ട് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാലോ, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിൻ്റെ ഉദ്ദേശം വേറെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് PC ജോർജ് അവിടെ പറയും. എന്നാൽ PC ജോർജ് രാജ്യത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തള്ളിക്കളയുന്നു. അത് തെറ്റായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, അതിനൊന്നും നമ്മൾ യോജിക്കുന്നില്ല. എന്നാൽ
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പിന്നാലെ പിടിച്ചിട്ട് PC ജോർജിനെ ജയിലിൽ കയറ്റി അങ്ങ് മൂക്കി കയറ്റി കളയാന്നൊക്കെ ചിന്തിച്ചിട്ട് നിരന്തരം വാർത്ത കൊടുത്ത് അവസാനം PC ജോർജ് സംഘപരിവാർ സംഘടനകൾക്കിടയിൽ അവർക്ക് വലിയ രീതിയിൽ പ്രാധാന്യമുള്ളൊരു നേതാവായി കൊടുത്തു. അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു മേഖലകൾക്കിടയിൽ PC ജോർജ് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ PC ജോർജിനെ വേട്ടയാടുന്നു എല്ലാ ടീം എന്നുള്ളൊരു തോന്നലുണ്ടാക്കി കൊടുത്തു. അതുകൊണ്ട് PC ജോർജിന് പൂഞ്ഞാറിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന BJP സംഘപരിവാർ സംഘടനകൾക്കിടയിലും നല്ല രീതിയിലൊരു ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ 4 കൂടി ഇരുന്ന് വട്ടം ചുറ്റിയിരുന്ന് വാർത്ത വായിക്കുന്ന ടീമിൻ്റെ സഹായം കൊണ്ട് പറ്റി. ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ കാര്യം. ഇവർ സുരേഷ് ഗോപിയെ ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ് തമ്മിൽ: സുരേഷ് ഗോപി ഉന്നത കുലോടുമ, ഭരിക്കുന്ന ഉന്നത കുലജാതന, ഒരു ജാതി മന്ത്രി, കലമുടയ്ക്കുന്ന കടിഞ്ഞൂൽ MP, കമ്മീഷണർ കളി. പിന്നെ ഇങ്ങനെ താഴോട്ട് വരാം. സുരേഷ് ഗോപി BJPക്ക് തന്നെ ബാധ്യത. പിന്നെ വഷളത്വം മറയ്ക്കാൻ അശ്ലീലത്തെ കൂട്ടുപിടിക്കുന്ന സുരേഷ് ഗോപി ഫാൻസ്, മേയർ സുരേഷ് ഗോപിയും ഒരേ സംഘം, ക്യാബിനറ്റ് കിട്ടാത്തതിൻ്റെ കലി മാധ്യമങ്ങളോട്, സുരേഷ് BJPക്ക് ബാധ്യത, ഒറ്റക്കൊമ്പനെ പിടിച്ചു കെട്ടി, ഇന്നിങ്ങനെ പറഞ്ഞ് താഴോട്ട് കിടക്കുകയാണ്. അതുപോലെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ ഒരു കിരീടം കൊടുത്തു, അത് ചെമ്പാണ്, അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ കുറേ മീഡിയക്കാരിരുന്ന് വാർത്ത കൊടുക്കാൻ തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് എന്ത് കൊടുക്കണം ഇത് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു, ചെമ്പാണെന്നൊക്കെ പറയുന്നു. പള്ളിക്കാർക്ക് പോലും ഇല്ലാത്ത സംശയമാണ് കേരളത്തിലെ മീഡിയക്കാർ. അവസാനം എന്താണ് തൃശ്ശൂരിലെ ഹിന്ദുക്കളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും എല്ലാം കൂടെ വിചാരിച്ച് ഇമാതിരി വർഗീയതയെന്ന് പറയുന്നത്, ഇത്രയും വിവരക്കേട് പറയുന്നത്, എന്നാൽ അങ്ങോട്ട് ശരിയാകത്തില്ലല്ലോ, എന്നാൽ സുരേഷ് ഗോപി കൊടുത്തേക്കാൻ പോട്ടെന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി കൊണ്ടിട്ടാൻ കൂത്തിക്കൊടുത്തു. സത്യത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപി MP ആക്കിയതിൽ ഇതുപോലൊരു മീഡിയയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ ലോകത്തെവിടെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി കാണുമെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അങ്ങ് വെള്ള അടിപ്പിച്ച് നല്ല പൗഡർ ഇട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്, അതും നല്ല സുന്ദരമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇമ്മാതിരി ടീം വർഗീയതയ്ക്കെതിരെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുമ്പോൾ ഇപ്പോൾ മലയാളികൾക്കെല്ലാം മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ടീമാണ്. സത്യം പറഞ്ഞാൽ BJPക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കി, കേരളത്തിൽ BJPക്ക് അത്ര നല്ല ഫേസുള്ള നേതാക്കന്മാരാരുമില്ല, പക്ഷേ ആ നേതാക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഈ ചാനലുകൾക്കും ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്കുമുള്ള പങ്കുണ്ടല്ലോ, അത് ഭയങ്കര ഭീകരമാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ ഭീകരതയ്ക്ക് വളവിട്ട് കൊടുക്കുന്നൊരു പരിപാടി ഇവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇവർ പറയുന്നത് ശരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് പല സംഘടനകൾക്കും ജയ് ഹോ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് ഭീതി ഉണ്ടാകും, ഭയം ഉണ്ടാകുന്നുണ്ട്. ആ ഭയമാണ് ഇവിടെ BJPക്ക് വോട്ടായിട്ട്. അതായത് BJP ഇവിടെ അധ്വാനിക്കുന്നൊന്നുമില്ല, അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ BJP ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇവർ നേതാക്കന്മാരെ ഉണ്ടാക്കി കൊടുത്ത് BJPക്കും വോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുസിൻ്റെയും. മനസ്സിലായോ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതായത് നമ്മുടെ പേജ് കാണുന്നവർ ഫോളോ ചെയ്യുക. വെറുതെ ഈ ഒരാൾ മാപ്പ് പറഞ്ഞു, PC ജോർജ് മാപ്പ് പറഞ്ഞു, അതിന് പിന്നാലെ പോയിട്ട് അങ്ങേരെ അത് പറയുക ഇത് പറയുക മൂക്കി കയറ്റി കളയുക എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നു. കുറേ ആൾക്കാർ പോയി എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അടിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായെന്ന് ഇതൊക്കെ വേറെ ചൊറിച്ചിലാണെന്ന്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വേശ്യാലയത്തിന് പണം നൽകുന്നതാണെന്ന് പറഞ്ഞ ടീമൊക്കെ ഉണ്ട്, മതനേതാക്കന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. അതുപോലെ ഹിന്ദു ദൈവങ്ങളെയൊക്കെ തെറി വിളിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. കേസും വഴക്കും ഒരാൾ മാപ്പ് പറയുമ്പോൾ അത് മാപ്പായിട്ട് തന്നെ കാണുക. അതിനപ്പുറത്തേക്ക് പുള്ളിക്കാരൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ഒരാളുടെ വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ചാനലുകാർ ഡെയിലി ഇരുന്ന് പബ്ലിസിറ്റി കൊടുത്തു. പുള്ളിക്കാരൻ്റെ വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഡീസൽ കയറിയിട്ടുണ്ട്. പുള്ളി ഇപ്പം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. PC ജോർജ് മിക്കവാറും BJP ചിലപ്പം പുള്ളിക്കാരനെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെടുന്നൊരു നേതാവാണ് BJPയുടെ PC ജോർജ്. ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ഗവർണറോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനമോ ഒക്കെ കൊടുത്തെങ്കിൽ ഇരുത്തും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്ക് നേതാക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. പിന്നെ പല പരിപാടിയുണ്ട് ലോകത്ത്. ഇതിനെല്ലാം നമ്മളെ ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് ജഗതി അടിക്കത്തില്ലേ വൈറ്റി, അതുപോലെ ഇരുന്നിട്ട് അങ്ങ് അടിയും തേച്ചൊരച്ച് കുളിപ്പീരുമാണ് ഇവരുടെ പരിപാടി. ഇത് കാണുന്ന മലയാളികൾക്ക് മനസ്സിലായി എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി എടുത്താൽ നല്ലതാണ്. ഇനി അടുത്ത നേതാവ് ആരാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി.